ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ടയിൽ ശക്തമായ ഇടപെടലുമായി ഭാരതം ഹിന്ദുക്കളുടെ സുരക്ഷ ബംഗ്ലാദേശ് ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ. ഭാരതത്തിന്റെ സുരക്ഷാ സേന ഡെപ്സാങ്ങിലെ എല്ലാ പെട്രോളിംഗ് പോയിന്റുകളിലേക്കും പോകുമെന്നും ജയശങ്കർ പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, നിലപാട് കടുപ്പിച്ചിരിക്കുകയാണല്ലേ ഭാരതം? കാരണം ഇത്രയും നാൾ ഭാരതം കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇനി കടുത്ത നടപടികളിലേക്ക് ഭാരതം കടക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്, അല്ലേ? ലിവിക, കോൺഗ്രസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. ബംഗ്ലാദേശിൽ വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, അവരുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ബംഗ്ലാദേശ് സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ജയശങ്കർ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഭാരതത്തിന്റെ സുരക്ഷാ സേന ഡെപ്സാങ്ങിലെ എല്ലാ പെട്രോളിംഗ് പോയിന്റിലും പെട്രോളിങ്ങിനായി പോകുന്നുണ്ട് എന്നുള്ള കാര്യവും ജയശങ്കർ വ്യക്തമാക്കി. ഈ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം അത് വേണ്ട രീതിയിൽ പരിഹരിച്ചു വരികയാണെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കുകയുണ്ടായി. ബംഗ്ലാദേശ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഭാരതത്തിന്റെ സുരക്ഷാ സേന ഡെപ്സാങ്ങിലെ എല്ലാ പെട്രോളിംഗ് പോയിന്റുകളിലേക്കും പോകുമെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.